ഹലോ, നല്ല നമസ്കാരം. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത നിവിൻ പോളി ആദ്യമായി അഭിനയിക്കുന്ന വെബ് സീരീസാണ് ഫാർമ. മരുന്ന് വ്യവസായത്തിലെ അഴിമതികളും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ലാഭക്കൊതിയും തുറന്നു കാട്ടുന്ന ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഫാർമ. നിവിൻ പോളി അവതരിപ്പിക്കുന്ന വിനോദ് എന്ന മെഡിക്കൽ റെപ്പിൻ്റെ ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഒരു സാധാരണക്കാരൻ ഈ മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടമാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. PR അരുൺ സംവിധാനം ചെയ്ത ഈ സീരീസ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ വളരെയധികം ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള മെഡിക്കൽ റെപ്പിൻ്റെ ജോലി ചെയ്തിരുന്നതിനാൽ ആ ഒരു രംഗങ്ങളെ വളരെയധികം സൂക്ഷ്മമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം തന്നെയാണ് ഈ സീരീസിൽ അദ്ദേഹം പ്ലേസ് ചെയ്തിരിക്കുന്നത്. രാജ് കപൂർ, നരൻ, ശ്രുതി രാമചന്ദ്രൻ, വീണ നന്ദകുമാർ തുടങ്ങിയവരുടെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം വളരെ കാലത്തിന് ശേഷം നിവിൻ പോളി തൻ്റെ പഴയ ആ ഒരു ഫോമിലേക്ക് തിരികെ എത്താൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള രംഗങ്ങളിൽ അദ്ദേഹം കാണിച്ച പക്വത വളരെ പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. 2008 മുതൽ 2026 വരെയുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഇമേജിൽ നിന്നും ഉത്തരവാദിത്വമുള്ള വ്യവസ്ഥിതിക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിത്വത്തിലേക്കുള്ള വിനോദ് എന്ന കഥാപാത്രത്തിൻ്റെ വളർച്ച നിവിൻ പോളി മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള തമാശകളും ഒപ്പം കഥ ആവശ്യപ്പെടുന്ന ഗൗരവവും ബാലൻസ് ചെയ്യുവാൻ വേണ്ടി നിവിൻ പോളിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. 100% അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ രജിത് കപൂർ ഈ സീരീസിലെ ഏറ്റവും കരുത്തുറ്റ പ്രകടനം, നിവിൻ പോളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുറ്റ പ്രകടനം എന്ന് പറയുന്നത് രജിത്തിൻ്റെ കപൂറിൻ്റെ കഥാപാത്രമാണ്. അദ്ദേഹം ഒരു മരുന്ന് കമ്പനിയുടെ തലവനായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരൻ്റെ വേഷമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രത്യേകമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ മലയാള ഒരിക്കലും സംസാരിക്കാത്ത ഒരു കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഗൗരവമേറിയ ലുക്കും സംഭാഷണ ശൈലിയും സീരീസിന് വലിയൊരു ഗൗരവം അല്ലെങ്കിൽ ഗാംഭീര്യം നൽകുവാൻ അല്ലെങ്കിൽ വില്ലൻ സ്വഭാവമുള്ള ഈ വേഷത്തെ അതിമനോഹരമാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രുതി രാമചന്ദ്രനുമായിട്ടുള്ള നിവിൻ പോളിയുടെ കോമ്പിനേഷൻ രംഗങ്ങളും വളരെയധികം മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ നരൻ മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ക്യാരക്ടർ അദ്ദേഹം ചെയ്തതുപോലെ തന്നെ ഇതിലും വളരെ മനോഹരമാക്കി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിവിൻ പോളി അവതരിപ്പിക്കുന്ന വിനോദിൻ്റെ സുഹൃത്തായിട്ടാണ് അല്ലെങ്കിൽ സഹപ്രവർത്തകനായിട്ടാണ് നരൻ എത്തുന്നത്. നിവിൻ പോളിയും നരനും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ വളരെയധികം നാച്ചുറലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം രണ്ടുപേരും നന്നായിട്ട് തന്നെ ആ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കഥയിലെ ഒരു വഴിത്തിരിവാകാൻ വേണ്ടി നരൻ്റെ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രുതി രാമചന്ദ്രൻ വിനോദിൻ്റെ ഭാര്യയായ സന്ധ്യ എന്ന കഥാപാത്രത്തെയാണ് ശ്രുതി അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണ വീട്ടമ്മയുടെ വേഷം വളരെ ലളിതമായും എന്നാൽ വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രസൻസ് അവതരിപ്പിക്കുവാൻ ശ്രുതിക്ക് സാധിച്ചു എന്നത് തന്നെ പറയാം. നിവിനുമായിട്ടുള്ള ഇമോഷൻ സീനുകൾ ശ്രുതിയുടെ പ്രകടനത്തെ മികച്ചതാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീണ നന്ദകുമാർ സീരീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ വേഷത്തിലാണ് വീണ എത്തുന്നത്. അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു റോളായിട്ടാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഗീതത്തെ നോക്കുമ്പോൾ ജഗ് ബിജോയുടെ സംഗീതവും അഭിനന്ദൻ രാമാനുജത്തിൻ്റെ ഛായാഗ്രഹണവും സീരീസിൻ്റെ ആ ഒരു ഗൗരവം നിലനിർത്തുവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ആദ്യ 2 എപ്പിസോഡുകൾ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുവാൻ എടുക്കുന്നുണ്ടെങ്കിലും മൂന്നാമത്തെ എപ്പിസോഡ് മുതൽ വളരെയധികം ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. 5ാമത്തെ എപ്പിസോഡ് മുതൽ ആ ഒരു വേഗത അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. നന്നായിട്ട് ആകാംക്ഷ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഓരോ എപ്പിസോഡിൻ്റെയും അവസാനം മരുന്ന് വ്യവസായത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ കൂടി സീരീസിൽ പങ്കുവയ്ക്കുവാൻ ഓരോ എപ്പിസോഡിലും പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ദിവസവും കഴിക്കുന്ന മരുന്നുകൾക്ക് പിന്നിലെ കരുത്തുറ്റ അല്ലെങ്കിൽ ബാക്കിൽ നടക്കുന്ന കറുത്ത കൈകൾ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഈ സീരീസ് ധൈര്യമായിട്ട് കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ ഒരു മെസ്സേജും കൂടി നൽകുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് ഫാർമ ഫീൽ ചെയ്തത്.
ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.